നമ്മൾ ബസ്മതി റൈസാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ തിളച്ച വെള്ളത്തിലോട്ട് ബസ്മതി റൈസ് ആഡ് ചെയ്യാണ്. വേറെ ഓയിലോ ഗീയോ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. കുറച്ച് ഉപ്പ് മാത്രമേ വെള്ളത്തിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ബസ്മതി റൈസ് വേവിക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. നമ്മളിപ്പോൾ പാനിലിടുമ്പോൾ ഞാൻ പറയാവേ. പാൻ ചൂടായതിന് ശേഷം അതിൽ കുറച്ച് ഓയിലാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ കടുക് പൊട്ടിക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ വേറെ ഗീലൊന്നും ആക്കരുത്, റൈസ് ഫ്ലേവേർഡ് ആവാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നത്. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇടാണ്. കറിവേപ്പില ഇട്ടതിന് ശേഷം ഇഞ്ചി നന്നായി വന്നതിന് ശേഷം ഇഞ്ചി നന്നായി മൂത്ത് വരണം. ഇഞ്ചി മൂത്ത് വന്നതിന് ശേഷമാണ് നമുക്ക് പച്ചമുളകും ബാക്കി കാര്യങ്ങൾ ഇടേണ്ടത്. അപ്പോൾ നമ്മൾ പിന്നെ പച്ചമുളകാണ് ഫസ്റ്റ് ആഡ് ചെയ്യുന്നത്. ഇഞ്ചിയും പച്ചമുളകും നന്നായി കറിവേപ്പിലൊക്കെ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ പച്ചമുളക് ഇടാണ്. ബാക്കി ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഉഴുന്ന് പരിപ്പ് നന്നായി ഇടുന്നുണ്ട്. അതിനുശേഷം കശുവണ്ടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കപ്പലണ്ടിയാണ് ആഡ് ചെയ്യുന്നത്. കപ്പലണ്ടി നമ്മൾ തൊലിയോടുകൂടെ തന്നെ വേണം ആഡ് ചെയ്യാൻ കേട്ടോ. അങ്ങനെയാണ് ലെമൺ റൈസിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അതുപോലെ കുറച്ച് പൊട്ടുകടല എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പൊട്ടുകടല, കപ്പലണ്ടി, ഉഴുന്നുപരിപ്പ്, കശുവണ്ടി, കാഷ്യൂ, ഇത്രയാണ് നമ്മളൊരു വറവായിട്ട് ആഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ സാധാരണ പോലെ നമ്മൾ പച്ചമുളകും വെളുത്തുള്ളിയും സവാളയും ഒന്നും നമ്മൾ ലെമൺ റൈസിൽ ആഡ് ചെയ്യില്ല. നന്നായി മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. നല്ലൊരു ബ്രൗണിഷ് കളർ ആവുന്ന വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ മൂപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത്. പൊടികളായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമാണ് ആഡ് ചെയ്യുന്നത്. ലെമൺ റൈസിൽ ലെമണും മഞ്ഞൾപ്പൊടിയാണ് കുറച്ചും കൂടി നിൽക്കേണ്ടത്. നമ്മൾ ബസ്മതി റൈസ് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് ലെമൺ ജ്യൂസ്, കുരുവില്ലാത്ത 2 ചെറുനാരങ്ങയുടെ ജ്യൂസാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് വളരെ കുറച്ച് നെയ്യ് നമ്മൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ, ഫ്ലേവേർഡ് ആവാൻ പാടില്ല. പിന്നെ മല്ലിച്ചപ്പും പുതിനയിലയും ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ലെമൺ റൈസ് തയ്യാറായി. പിന്നെ ഒരു സാലഡും ഒരു ഡേറ്റ്സ്